തിരിച്ചു കിട്ടോ. ഇതിൽ നിന്നൊരു കരിയില പോലും ഈ മണ്ണിൽ വീഴ്ത്താൻ ഞങ്ങൾ അനുവദിക്കല. എന്തോ 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 ഇവിടെ ചവറിടാൻ പറ്റില്ല. എടോ ഇതൊന്നും എന്നോടല്ല പറയണ്ടേ, അങ്ങ് കൊച്ചിൻ കോർപ്പറേഷൻ ചെന്ന് പറ. ഇവിടത്തെ തേവരും കൊച്ചിൻ കോർപ്പറേഷനുമായി ഉണ്ടാക്കിയ ഒരു കരാറാണിത്. വെറുതെ ആളെ മെനക്കെടുത്താതെ മാറാൻ നോക്ക്. വഴി മാറ് ചേട്ടാ. ഈ ഭൂമി തേവരുടേതായിരിക്കും, പക്ഷെ ഇവിടെ കുറെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരുടെ ജീവിതം വെച്ചാ നിങ്ങളുടെ ഈ കോർപ്പറേഷൻ കളിക്കുന്നത്. ഓഹോ, അപ്പൊ നമ്മളാണല്ലേ നേതാവ്. ശിവരാമപുരത്തെ ജാൻസി റാണി. കൊള്ളാം. എന്നാ കേട്ടോ, ഈ ലോറൻസിനെ ഏൽപ്പിച്ച പണി പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. നീയൊക്കെ തടയാമെങ്കിൽ തടഞ്ഞോ. വണ്ടി എടുക്കണം. അവളുടെ ഒക്കെ ഒരു ജാഥ നെഞ്ചത്തിൽ കൂടി ഞാൻ കേട്ടു. എന്നടാ പ്രശ്ന? ഇവരിവിടെ ചവറിടാൻ സമ്മതിക്കില്ല എന്ന്. അവളാ ഇവരുടെയൊക്കെ നേതാവ്. വഴി മാറേ? ഇല്ല, മാറില്ല. ഈ മണ്ണ് മലിനമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്താ മണ്ണ്? ഇത് നിന്റെ മണ്ണല്ല, ഇത് ഞാൻ മണ്ണ്. இந்த மண்ணு நாசமா போனா நான் பாத்துக்கிறேன். நான் தான் இவருக்கு அனுமதி கொடுத்தேன். ஏறா வண்டி. வண்டி எடுக்கடா. ஊமையா இருந்த கூட திமிரா பாரு. பொறுக்கி. എന്താണ് ഇവിടെ ഒരു ബഹളം? ഇവിടെ ചവറിടാനുള്ള തീരുമാനം സർക്കാരിന്റെതാ. നിനക്കൊക്കെ വല്ലതും പറയാനുണ്ടെങ്കിൽ അങ്ങ് കൊച്ചിയിലോ കോടതിയിലോ പോയി പറ. മനസ്സിലായോടാ? വണ്ടി இந்த தேவர் முடிவுதான் அந்த சிவராமபுரத்தை நடக்கும். வீட்டுக்கு போய் வேலை பாரு. என்ன திமிர அந்த மாய பொண்ணுக்கு? அவளுக்கு என்ன பெரிய கொம்பு வச்சிருக்கியா? இந்த தேவரை தெரியாத அவளுக்கு கோலா பண்ணிடுவ. என்னடா அது? ഈച്ച. ഞാൻ ഈ കുളമ്പ് താൻ சொன்ன. ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി, ഇവിടത്തെ ഈ ചവറ് കാരണം നിവർത്തിയില്ലാണ്ടായി. ഷാപ്പിൽ കച്ചവടവും കുറഞ്ഞു തുടങ്ങി. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ഇങ്ങനെ പോയാ ഷാപ്പ് പൂട്ടേണ്ടി വരും. என்னடா நீ அந்த மாய பொண்ணு கூட சேர்ந்துட்டியா? கச்சோட இல்லனா பூட்டி கட்டி எங்கேயாவது போய் தொலைடா. வாடா മുതലാളി, ദിവാരനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് മാത്രമല്ല, ഈ ചീഞ്ഞെളിഞ്ഞ ചവറ് കാരണം നാട്ടില് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിരിക്കുക. എത്ര പേര് ആശുപത്രിയിലായത്. போய் சத்து தொலையிட்டயா. எனக்கு என்ன, நீ சயிறு பின்னாடி வச்சுட்டு போய் வண்டி எடு. ഓ, എവിടെ ടീച്ചർ നോക്കട്ടെ. നന്നായിട്ടുണ്ട്. സൗമ്യ, സൂര്യനും കടൽ ഇങ്ങനെയാണോ വരയ്ക്കുന്നത്? സൂര്യൻ പകുതിയുള്ളല്ലോ. അത് ടീച്ചറെ, സൂര്യൻ കടലിൽ കുളിക്കാൻ ഇറങ്ങിയതാ. ശരി ശരി. അനന്തു അവിടെ എന്താ ചെയ്യുന്നേ? മേലെ ചൊറിയുന്ന ടീച്ചർ. അയ്യോ, ആകെ ചൊറിഞ്ഞു കടിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കടിച്ചോ? ഇല്ല. ഇവൾക്കെന്താ സുഖമില്ലേ അമ്മൂമ്മേ? വയ്യ മയമോളെ ആ പൊരേ കഴിയാൻ. ദേ ഇത് കണ്ട ഇവളുടെ മേലൊക്കെ അവിടുത്തെ ഈച്ചയും കൊതുവും കാരണം സഹി കെട്ടു. വല്ല കടത്തിണ്ണൻ പോയി കിടന്നാലും വേണ്ടില്ല. ഇനി അവിടെ വയ്യ. അമ്മ ഇവിടെ നിൽക്കുക. കുടി പോയി അന്വേഷിച്ചു ഞാൻ. അമ്മാളു, ഇത് കണ്ടോ ഇവളുടെ ദേഹത്ത്? ഈച്ചശല്യവും നാറ്റവും കാരണം ഇവർക്ക് അവിടെ കഴിയാൻ വയ്യെന്ന്. എന്താ ചെയ്യ? ആരോടാ പരാതി പറയാ? ശരിയാ മായമേ, അങ്ങോട്ട് കടക്കാൻ വയ്യ. കെട്ടുറപ്പിച്ച പെണ്ണാ ഇവിടെ. വല്ല അസുഖം വന്ന് കിടന്നാ എന്താവും? അമ്മ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിലേക്ക് വാ. രണ്ടുപേർക്കും കൂടി കഴിയാനുള്ള സൗകര്യം അവിടെയുണ്ട്. അമ്മാളു വിളിച്ചതല്ലേ, അതാ നല്ലത്. അമ്മാളു, അമ്മാളു, മണിക്കൂട്ടിന് തീരെ സുഖമില്ല. ഒരുപാട് ഛർദ്ദിച്ചു. വൈദ്യരെ നോക്കിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. എല്ലാരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. എന്റെ കുഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ടി വരും. ശരി.
പറ്റി എന്റെ മോന്? എന്ത് പറ്റി എന്റെ ഉണ്ണിക്കുട്ടന്? ഏയ് നീ വിഷമിക്കാതിരിക്കെ, അകത്ത് ഡോക്ടറുണ്ട്. അത്യാവശ്യം വന്നാൽ തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാം. ஏய் ஓ இந்த ராமൻകുട്ടിയുടെ തേങ്ങ കണക്കിലെ ബാലൻസ് എவ்வளவு இருக்கு? അത് 30 രൂപയുള്ളൂ. மெட்டியா 30 ரூபா உங்க அப்பா கொடுப்பானா? ദേവരേ, யாரது? ചിന്താമണി അമ്മാളാ. നീയാ? എതുക്ക് വന്ന? ഒരു ജന്മം മുഴുവൻ ചെയ്തു തീർക്കാനുള്ള പാപം ചെയ്തു കഴിഞ്ഞില്ലേ നീ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിനക്ക്? എന്നടി சொல்ற? ഏയ്, ഒച്ച വെക്കണ്ട. ഈ നാട്ടുകാർ മുഴുവനും നിന്നെ ഭയന്നേക്കും. പക്ഷെ ഈ ചിന്താമണി ഭയക്കില്ല. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ഞാനും എന്റെ മോളും. എന്റെ സീത പിഴച്ചു പറ്റ സന്തതിയാണ് മണിക്കുട്ടനെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാമായിരുന്നിട്ടും അവളെ പിഴപ്പിച്ചത് നിങ്ങളാണെന്ന് ആരോടും ഞാനോ അവളോ പറഞ്ഞിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ തന്ത നിങ്ങളാണെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ പോലും നാട്ടുകാർ വെറുക്കും. വീട്ടിലെ വന്ന് ഞാൻ കിട്ടിയ സത്യം പോടുറിയാ? അതെ, ഇത്രയും നാള് സഹിക്കുകയായിരുന്നു ഞാൻ. പണമുണ്ടാക്കാനുള്ള നിങ്ങളുടെ ആർത്തിയിൽ ഈ നാട്ടുകാർ മുഴുവനും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ കുഞ്ഞിപ്പോ മരണത്തിന്റെ പിടിയിൽ കിടക്കുക ആശുപത്രിയിൽ. നിങ്ങളുടെ ചോരയിൽ പിറന്ന കുഞ്ഞ്. എവിടെയും ജയിക്കാൻ നിൽക്കുന്ന നിങ്ങൾക്ക് ഒടുവിൽ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ തോൽക്കേണ്ടി വരും. അവർക്കൊപ്പം ഈ ചിന്താമണി ഉണ്ടാവും ഏറ്റവും മുന്നില്. என்னையா தூப்பிக்க போற? நடக்காது கண்ணு, நடக்கவே நடக்காது. அப்படி வந்தா வெட்டி துண்டமாக்கி வந்தா வேஸ்டில போடுவ. போடி அஜி, போடி வழியா.